ജെ കുര്യന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനെതിരെ വിമർശനവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. യുവനേതാക്കൾ റീൽസിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. രാജകൊട്ടാരത്തിൽ കുബേരന്മാർ ഇരുന്ന പ്രജകളെ നീട്ടിക്കാണുന്നത് പോലെ ജനാധിപത്യത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. നേതാക്കളുടെ അടിത്തറ ജനങ്ങൾക്കിടയിലാകണമെന്നും മുന്നറിയിപ്പ്. മാധ്യമങ്ങളിൽ മാത്രം ജീവിച്ചാൽ നമ്മൾ ക്ലൗഡ്സിലെ നമുക്ക് വോട്ട് പിടിക്കാൻ പറ്റും. ജനങ്ങളുടെ വോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ജനമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കണം. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതുകൂടി ഒരു മാധ്യമമായി വിനിയോഗിക്കാതെ തർക്കമൊന്നുമില്ല. അത് ബേസ് മുഴുവൻ ഉണ്ടാകേണ്ടത് ജനങ്ങളുടെ കൂടിയായിരിക്കണം. അവിടെ കാലുറപ്പിച്ച് മുന്നോട്ട് പോകാത്ത ശാശ്വതമായി ജനാധിപത്യത്തിൽ നിലനിൽക്കില്ല. ശാശ്വതമായി ഒരു നേതാവും നിൽക്കണമെങ്കിൽ ഈ ബഹുജനങ്ങളുടെ മധ്യത്തിൽ അവരുടെ കാലുറപ്പിച്ചേ സാധ്യമാവും. രാജകൊട്ടാരത്തിൽ കുബേരന്മാരിരുന്ന് പ്രജകളെ ഇങ്ങനെ നീട്ടിക്കാണുന്നത് പോലെയോ ജനാധിപത്യത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇത് ആർക്കുള്ള മുന്നറിയിപ്പാണ്? റീൽസ് എന്നുണ്ട്, അതുപോലെ ജനമധ്യത്തിലേക്ക് ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പി ജെ കുര്യൻ തുടങ്ങി വെച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ഓഡിയോ മറുപടി അതുകൂടി ചേർത്താണോ തിരുവഞ്ചൂരിന്റെ ഈ മറുപടി? സുജയ, തീർച്ചയായും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ പ്രതികരണം, അതായത് ആദ്യം നടത്തിയ പ്രതികരണത്തിൽ അതിന് ശിരസ വഹിക്കുന്നു എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്നും പിന്നീട് രാഹുൽ മാങ്കൂട്ടം നടത്തിയ പ്രതികരണങ്ങൾ അതിര് വിട്ടുപോയി, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ അതിര് വിട്ടുപോയി, അതിരുവിട്ട് കടന്നതാണ് എന്നൊരു വിമർശനമാണ് ഇത്തരത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റീൽസ്, നമുക്കറിയാം, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം ഈ റീൽസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കമുള്ള യുവ നേതാക്കൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നേരിടേണ്ട ഒന്നാണ്. സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളടക്കം ഇരാക്കപ്പെട്ടുള്ള ആളുകൾ നേരിടുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യങ്ങൾ ഈ റീൽസിൽ ഒതുങ്ങി നിൽക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. അതായത് യുവ നേതാക്കൾ എല്ലാവരും കൂടുതലായും ഈ റീൽസ് ഉപയോഗിക്കാം, അതിൽ തെറ്റു പറയുന്നില്ല. പക്ഷേ അതിൽ മാത്രമായി നിന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജനാധിപത്യത്തിൽ നിലനിന്ന് പോകാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. ആ ഒരു അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ യുവ നേതാക്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഈ പി ജെ കുര്യനുമായിട്ടുള്ള വിമർശനങ്ങളിൽ ഇത്തരത്തിൽ തുടർന്നു പോകാതെ ജനമധ്യത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുമായി ഇടപെട്ട്, അല്ലെങ്കിൽ പി ജെ കുര്യൻ ഉദ്ദേശിച്ചത് തന്നെയാണ് എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. ഈ റീൽസുമായി ബന്ധപ്പെട്ട് പുതിയൊരു ട്രെൻഡ് അല്ലെങ്കിൽ പുതിയൊരു രീതിയുണ്ട്. ഈ റീൽസ് സമൂഹമാധ്യമം വഴി പോസ്റ്റ് ഇട്ട് നടക്കുന്ന നേതാക്കൾ. അപ്പോൾ അതിൽ നിന്നും മാറിക്കൊണ്ട് ഈ പോസ്റ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ ജനങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ജനമധ്യത്തിൽ പ്രവർത്തിക്കുക, ജനങ്ങൾക്കിടയിൽ അടിത്തറയുണ്ടാക്കുക. പി ജെ കുര്യന് പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയാണ്. സമരങ്ങളിൽ മുൻനിരയിൽ നിന്നിട്ടില്ല എന്ന് പി ജെ കുര്യനോ മറുപടിയായി പലയിടങ്ങളിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ തിരുവഞ്ചൂർ കൂടി പി ജെ കുര്യന് ചെന്നിത്തല നൽകിയ പിന്തുണയ്ക്ക് പിന്നാലെ എത്തുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്. ഇതിനോട് യുവ നേതാക്കളുടെ പ്രതികരണം എന്താകുമെന്നറിയാൻ കാത്തിരിക്കാം.